പിണറായി വിജയൻ ഉൾപ്പെടെ 7 പ്രതികളെയാണ് കോടതി കുറ്റവിമുക്തരാക്കിയത്. പിണറായിക്കെതിരെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ലെന്ന് കോടതി പറഞ്ഞു. അഴിമതി, ഗൂഢാലോചന, സ്ഥാപിത താൽപര്യം എന്നിവ തെളിയിക്കാൻ CBIക്ക് കഴിഞ്ഞില്ല. ഭരണപരമായ വീഴ്ചയ്ക്ക് ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്നും കോടതി പരാമർശിച്ചു. ശ്രീ പിണറായി വിജയൻ ഗൂഢാലോചന നടത്തുകയോ അതേപോലെ തന്നെ വിശ്വാസവഞ്ചന നടത്തുകയോ അഴിമതി നടത്തുകയോ ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് ഈ വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. CAG ചൂണ്ടിക്കാട്ടിയ നഷ്ടം പ്രതികൾ കാരണമാണ് ഉണ്ടായതെന്ന് CBIക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് വിധിന്യായത്തിൽ പറയുന്നു. ആഗോള ടെൻഡർ ഒഴിവാക്കിയത് മലബാർ ക്യാൻസർ സെന്ററിന് ധനസഹായം മുൻനിർത്തിയാണ്. പൊതു താൽപര്യം മുൻനിർത്തിയുള്ള ഈ തീരുമാനത്തെ ഔദ്യോഗിക പദവിയുടെ ദുരുപയോഗമായി കണക്കാക്കാൻ കഴിയില്ലെന്നും കോടതി വിലയിരുത്തി. പ്രതികൾ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടില്ലെന്ന CBIയുടെ വാദം പ്രോസിക്യൂഷന് തിരിച്ചടിയായി. നവീകരണത്തിന് യന്ത്രസാമഗ്രികൾ വാങ്ങിയതിൽ നഷ്ടമില്ല. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയതും ധാരണാപത്രത്തിന് മുമ്പ് കരാറിന് അനുമതി നൽകിയതും ഗൂഢാലോചനയായി കണക്കാക്കാൻ കഴിയില്ലെന്നും കോടതി 67 പേജുള്ള വിധിപ്പകർപ്പിൽ പറയുന്നു. ഈ കരാറിനെതിരായി ചൂണ്ടിക്കാട്ടിയ ബാലാനന്ദൻ കമ്മിറ്റി ആഴത്തിലുള്ള പഠനമല്ല നടത്തിയത്. ഹ്രസ്വകാല പ്രശ്നപരിഹാരത്തിനാണ് റിപ്പോർട്ട് ശുപാർശ ചെയ്തതെന്നും കോടതി പറഞ്ഞു. KSCB മുൻ ചെയർമാൻമാരായ K. മോഹനചന്ദ്രൻ, സിദ്ധാർത്ഥ മേനോൻ, R. ശിവദാസൻ, ചീഫ് എഞ്ചിനീയറായിരുന്ന കസ്തൂരി രംഗൻ, ചീഫ് അക്കൌണ്ട് ഓഫീസർ KG രാജശേഖരൻ നായർ, മുൻ ഊർജ്ജ സെക്രട്ടറി ഫ്രാൻസിസ് എന്നിവരും കേസിൽ നിന്നും കുറ്റവിമുക്തരായി. കേരള രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ലാവ്ലിൻ കേസിന്റെ വിധിയാണിന്ന് വന്നത്. കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ ശക്തമായ തിരിച്ചുവരവിനുള്ള കളമാണ് ഒരുങ്ങിയത്. റിപ്പോർട്ടർ അസ്ലമിനും ക്യാമറാമാൻ S. സനോഷിനുമൊപ്പം മിഥില ബാലൻ, മീഡിയ 1, തിരുവനന്തപുരം.